വാഹനം ഓടിക്കുന്ന ആളുകൾ മാറ്റേണ്ട ചില ശീലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒന്നാമത്തേത് പാസ് ലൈറ്റിൻ്റെ അനാവശ്യ ഉപയോഗം. നമ്മുടെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ അവർക്കൊരു സിഗ്നൽ കൊടുക്കാനൊക്കെ ആയിട്ടാണ് നമുക്ക് പാസ് ലൈറ്റ്. പണ്ടൊക്കെ ഹൈ ബീം ലോ ബീം നമ്മൾ മാനുവലായിട്ട് മാറ്റേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ മിക്ക വണ്ടികളിലും ഒരു പാസ് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹൈ ബീം ഒന്ന് ഓണായി വീണ്ടും ലോ ബീമിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പോൾ പാസ് ലൈറ്റ് അനാവശ്യമായി ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ നമ്മളിപ്പോൾ പലപ്പോഴും അതിന് ഉപകരിക്കാതെ വരും. രാത്രി കാലങ്ങളിൽ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ നേരെ പാസ് ലൈറ്റ് ഇട്ട് കാണിക്കുക, ഒരു കാര്യമില്ലാതെ. എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനാണ് അത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഒരു വണ്ടി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അവരുടെ നേരെ പാസ് ലൈറ്റ് ഇട്ട് കാണിക്കുക എന്നുള്ളത് ശീലമാക്കിയ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല. ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യൂസ് ഡിപ്പർ അറ്റ് നൈറ്റ് എന്ന് പറയുന്നില്ലേ, അപ്പോൾ ആ ഡിപ്പറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്. എല്ലാവർക്കും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവണമെന്നില്ല, എങ്കിലും ചിലർക്കെങ്കിലും അത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യൂസ് ഡിപ്പർ അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഈ പാസ് ലൈറ്റ് ഇട്ട് കാണിക്കണമെന്നല്ല, ലോ ബീം ലൈറ്റ് ആക്കണം. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് നേരിട്ട് ഹൈ ബീമിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ആൾക്ക് അപ്പോൾ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ലോ ബീം ആക്കണം എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തേത്, ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യേണ്ടത് ആ ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം ഏതെങ്കിലും സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേയാൾ അത് കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ കണ്ടില്ല എന്ന് ചോദിക്കണേ. പക്ഷേ ചിലപ്പോൾ ആൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കാൻ പോവുകയാണെങ്കിൽ എപ്പോഴും റിയർ വ്യൂ മിററിലൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, പുറകിൽ വരുന്ന വണ്ടി നമ്മുടെ എത്രത്തോളം ക്ലോസ് ആണ്, നമുക്ക് തിരിയാനുള്ള സമയമുണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ തിരിയാവൂ. പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് ഒരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വരുമാനം തികയാതെ വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ചിലവ് ഒരുപാട് കൂടി വരികയാണ്. ചിലവിനനുസരിച്ച് വരുമാനം കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നം വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിലവിലുള്ള ജോലിയോ ബിസിനസ്സോ അതിനെയൊന്നും തടസ്സപ്പെടുത്താതെ തന്നെ കുറച്ചുകൂടി വരുമാനം എന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു അവസരമുണ്ട്. അതിനെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും.